ഹായ്, ഐ എം ഡോക്ടർ സജീവ്. നമ്മുടെ നമ്മൾ വിജയത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ റോൾ മോഡലാക്കി മാറ്റാറുണ്ട്. എപ്പോഴും നമ്മൾ റോൾ മോഡലാക്കി മാറ്റുന്നത് ആരെയാ? വലിയ വലിയ ആളുകളെയാണ്. പക്ഷെ ചെറിയ ആളുകളെ നമ്മൾ പലപ്പോഴും മനഃപൂർവ്വം മറന്നു പോകാറുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ഒരാളുകളെ പറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് കഴിവുകളുള്ള, നമുക്ക് ഒരുപാട് പാഠം പഠിക്കേണ്ടതായ ഉറുമ്പുകളെ പറ്റിയാണ് ദ ഫിലോസഫി ഓഫ് ആൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഉറുമ്പിനെ അറിയാമല്ലേ, വളരെ ചെറിയൊരു ജീവിയാണ്. ഞാൻ ഉറുമ്പിനെയൊക്കെ പണ്ട് ഉപദ്രവിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് അപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഉറുമ്പിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ, ഉറുമ്പിനെ പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഉറുമ്പ് നമ്മളെക്കാളൊക്കെ ഒരുപാട് കഴിവുകളും ഒരുപാട് ഹാർഡ് വർക്കും ചെയ്യണം ഉറുമ്പ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ ഉപദ്രവിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ശരിക്കും നാച്ചുറൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറുമ്പിനെ ഓടിച്ചു കളയാ, ഉറുമ്പ് മാറിപ്പോകുന്ന രീതിയിലേക്കൊക്കെ പറ്റുള്ളൂ. ഉറുമ്പുകൾ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളല്ല. നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കും. നിങ്ങൾ ഉറുമ്പുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറുമ്പുകൾ എപ്പോഴും അവരുടെ വെയിറ്റിന്റെ 10 ഇരട്ടിയോളം വെയിറ്റ് എടുക്കാനായിട്ട് അവർ ശ്രമിക്കും. അതായത് ഒരു ചെറിയ, നമ്മളിപ്പോൾ 10 കിലോ ആണെങ്കിൽ, നമ്മൾ 80 വയസ്സുള്ള ഒരാള് 80 കിലോ പൊക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ വെയിറ്റിന്റെ 10 ഇരട്ടി വരെ വെയിറ്റ് എടുക്കാനായിട്ട് ശരിക്കും ആൻസ് ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെയല്ല, നമ്മൾ കാണാൻ കഴിയും. ഇങ്ങനെ പോകുമ്പോൾ വെയിറ്റ് എടുത്തിട്ട് പോകുമ്പോൾ വളരെ ക്ഷീണിതരായിട്ടൊക്കെ പോകണം. പക്ഷെ അവർക്ക് അത് ആവശ്യമുള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എങ്ങനെയാ? നമ്മൾ ഇന്നുകളിൽ മാത്രമാണ് ജീവിക്കുന്നത്. ഇന്ന് തീരട്ടെ, അടുത്ത ദിവസം പിന്നെയല്ലേ വരിക. പക്ഷെ ഉറുമ്പുകൾ എപ്പോഴും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഉറുമ്പുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്? അവര് മഴക്കാലം വന്നതിന് ശേഷമല്ല അവര് ആഹാര പദാർത്ഥങ്ങൾ, അവരെ ഫുഡ് സെർച്ച് ചെയ്യുന്നത്. അവര് വേനൽക്കാലത്ത് തന്നെ അവർക്കുള്ള ഫുഡ് കളക്ട് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ വാസസ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ മഴക്കാലത്ത് അത് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മഴക്കാലത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചത്തുപോകുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യില്ല, പുറത്തേക്ക് ഇറങ്ങാതെ ആ വേനൽക്കാലത്ത് തന്നെ അവരുടെ ഫുഡെല്ലാം ശേഖരിച്ചു വെക്കുന്നു. അപ്പോൾ നമ്മളെക്കാളും മിടുക്കന്മാരല്ലേ? ഉറപ്പായിട്ടും ആണെന്ന് തോന്നുന്നു അല്ലെ. പിന്നെ ഇവരെപ്പോഴും ഗ്രൂപ്പായിട്ട് മാത്രം, ഉറുമ്പുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന കാണാറുണ്ടോ? ഉറുമ്പുകൾ എപ്പോഴും ഒറ്റയ്ക്കല്ല പോവുക, അവരെപ്പോഴും ഒരു ഗ്രൂപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുക. അവർക്കൊരു ലീഡർ ഉണ്ടാവും, ആ ലീഡറുടെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നത്, ജാഥയായിട്ട് പോകുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ഉറുമ്പുകളാണ്. ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്തുന്നവര് ഉറുമ്പുകളാണ്. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഉറുമ്പുകളെ നിങ്ങൾ കുറേ നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അപകടം കണ്ടു കഴിയുമ്പോൾ ഉറുമ്പുകൾ ഇങ്ങനെ ഒന്ന് പതുക്കെ വന്നിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ അനങ്ങുന്ന പോലെ നിന്ന് സംസാരിച്ചിട്ട് പോകണമല്ലോ തോന്നും. സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇനി യാതൊരു പരാതിയും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പരാതിപ്പെട്ടിയായിട്ട് എല്ലാത്തിനെയും കുറ്റവും പറഞ്ഞ് എല്ലാത്തിനെയും ശപിച്ച് നമ്മൾ ആ പരിപാടി വേണ്ടാന്ന് വയ്ക്കും. പക്ഷെ ഉറുമ്പ് എന്താ ചെയ്യുക? ഉറുമ്പിന്റെ മുമ്പിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഉറുമ്പ് ആ തടസ്സത്തെ അവിടെ നിർത്തിക്കൊണ്ട് മാറി സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കും. ക്ഷമയോടെ, ഒരു പരാതിയും ഇല്ലാതെ അത് അതിന്റെ യാത്ര തുടരുന്നു. അതുകൊണ്ട് തന്നെ അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾക്ക് പറ്റാത്തത് അങ്ങനെ ചിന്തിക്കാറില്ല. ക്ഷമയില്ല, നമുക്ക് ക്ഷമയില്ല. കൂട്ടായ്മയാണ് ശരിക്കും ഇവരുടെ ശക്തി. ഒരുമിച്ചല്ല. ശരിക്കും ചില ഉറുമ്പുകൾ ചില സമയങ്ങളിൽ ഒരു മരത്തിന്റെ ഒക്കെ വിട്ടിരിക്കുന്ന കഷ്ണത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക് പാസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങൾ ഇനി ശ്രദ്ധിച്ചറിയാൻ പറ്റും 2 കഷ്ണത്തിനിടയിൽ ഗ്യാപ്പ്. പക്ഷെ മനുഷ്യരാണെങ്കിൽ ഒരു ചാടി എത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ ശ്രമം അവിടെ വെച്ച് വേണ്ടാന്ന് വയ്ക്കും മനുഷ്യർ. പക്ഷെ ഉറുമ്പിനെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഉറുമ്പ് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും അപ്പുറത്തേക്ക് പോകും. ചിലപ്പോൾ 2 ഉറുമ്പുകൾ തമ്മിൽ തൂങ്ങി കിടന്നിട്ടാണെങ്കിലും അവരുടെ കാലുകളും കൈകളും ബന്ധിച്ച് കഴിഞ്ഞ് പിടിച്ചിട്ടാണെങ്കിലും അവരത് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളാണോ ഉറുമ്പാണോ മിടുക്കന്മാർ? പലപ്പോഴും ഉറുമ്പിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഉറുമ്പ് യുണീക്കായിട്ടുള്ള ക്രീച്ചറാണ്. ദൈവത്തിന്റെ എല്ലാ ക്രിയേച്ചേഴ്സിലും യുണീക്ക്നെസ് ഉണ്ട്. ഓരോ ജീവജാലങ്ങളെ പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് തിരിച്ചറിയുന്നത്. ശരിക്കും കഠിന പ്രയത്നത്തെ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും ഏറ്റവും കൂടുതൽ അറിഞ്ഞതും ഉറുമ്പിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയതും. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ആ തടസ്സത്തെ വളരെ
കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു പരാതിയും പറയാതെ പോയി അതിൽ വിജയം കണ്ടെത്തണം എന്ന് പറയുന്ന ആ ഒരു ചിന്തയും എന്നിലേക്ക് കൊണ്ടായത് ഉറുമ്പുകളിൽ നിന്നാണ്. അതുകൊണ്ട് ഉറുമ്പുകളെ പറ്റി കൂടുതൽ അറിയാം, ഉറുമ്പുകളെ പറ്റി കൂടുതൽ പഠിക്കുക. നിങ്ങളും ഇടയ്ക്ക് ഉറുമ്പിനെയൊക്കെ പറ്റി ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. ഉറുമ്പിന്റെ യാത്രകളെ പറ്റി, ഉറുമ്പിന്റെ കഴിവുകളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അതിന്റെ കഠിന പ്രയത്നത്തെ പറ്റി ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.